തിരുവനന്തപുരം നേമം സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് വിജിലൻസ് അന്വേഷിക്കണമെന്ന് നിക്ഷേപകർ. ബാങ്ക് തട്ടിപ്പിൽ ഉന്നതതല ഇടപെടൽ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ആവശ്യം. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് ബാങ്കിലെ പണം വിനിയോഗിച്ചെന്നും ആരോപണമുണ്ട്. നേമം സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തങ്ങളുടെ സമ്പാദ്യം തിരികെ ലഭിക്കാത്തതിനാൽ നിരവധി പേരാണ് ബാങ്കിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. കോടികളുടെ ആസ്തിയുള്ള ബാങ്കിൽ പണമില്ലാത്തത് എന്തുകൊണ്ടെന്ന് ഇവർ ചോദിക്കുന്നു. പണം എവിടെ പോയെന്ന് വിജിലൻസ് അന്വേഷിക്കണം. ഉന്നതർക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും നിക്ഷേപകരുടെ കൂട്ടായ്മ ആവശ്യപ്പെടുന്നു. ഇവിടെ നിക്ഷേപമായുള്ള കാശുകൾ എവിടെ പോയി എന്നുള്ളതിന് ഒരു കണക്കുമില്ല. ഇതിനെതിരെ ഒരു വിജിലൻസ് അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇത് പുറത്തു വരികയുള്ളൂ. തങ്ങളുടെ സമ്പാദ്യം തിരികെ വാങ്ങാനായി കയറിയിറങ്ങിയിട്ടും നിക്ഷേപകർക്ക് ബാങ്ക് പണം നൽകുന്നില്ല. ചിട്ടികെട്ടിയ കാശും നൽകുന്നില്ല. ബാങ്കിലെ പണം ചിലർ റിയൽ എസ്റ്റേറ്റ് ഇടപാടിന് വിനിയോഗിച്ചെന്നാണ് ആക്ഷേപം. ഇത് ഇവിടുത്തെ ജീവനക്കാരും ഇവിടുത്തെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരും കൂടെ ചേർന്നും കൊണ്ട് ഈ കാശിന് എവിടെയോ റിയൽ എസ്റ്റേറ്റും അതുപോലെ തന്നെ ഫ്ലാറ്റുകളും വാങ്ങി ഇട്ടതായിട്ട് ഒരു പരക്കെ ആക്ഷേപമുണ്ട്. വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നും സഹകരണ വകുപ്പ് അന്വേഷിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. നേമം സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപകർ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് മാസങ്ങളോളമായി. പണമില്ലെന്നാണ് ബാങ്ക് അധികൃതരുടെ മറുപടി. അതുകൊണ്ടാണ് കൃത്യമായ അന്വേഷണം വേണമെന്ന് നിക്ഷേപകർ ആവശ്യപ്പെടുന്നത്. റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഓക്സിജനിൽ ഓണം ഓഫറുകളുടെ കല്ലാശക്കൊട്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, സ്വാഭാവികമായിട്ടുള്ളതാണ് അവരുടെ ആവശ്യം. കാരണം നിക്ഷേപിച്ച തുക കിട്ടാതെ വരുമ്പോൾ അവർ ഒരു അന്വേഷണത്തിലേക്ക് കടക്കണം, അത് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം കൂടി, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് ബാങ്കിലെ പണം വിനിയോഗിച്ചെന്നുള്ളൊരു ആരോപണം കൂടി അവർ ഉയർത്തുന്നുണ്ട് അല്ലേ? തീർച്ചയായും ശ്രുതി, തുളസി, സഹകരണ ബാങ്ക്, അതായത് നേമം സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പുണ്ടായി എന്നുള്ളതാണ് ആരോപണമായി വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാസങ്ങളായി തങ്ങളുടെ തുക അല്ലെങ്കിൽ തങ്ങൾ നിക്ഷേപിച്ച തുക ആവശ്യപ്പെട്ട് കയറിയിറങ്ങുന്ന നിക്ഷേപകരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അവർ പറയുന്നത് മാസങ്ങളായി കയറിയിറങ്ങിയിട്ടും തങ്ങൾ പിടിച്ച ചിട്ടിത്തുകയോ അല്ലെങ്കിൽ തങ്ങൾ നിക്ഷേപിച്ച തുകയോ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. പല പല കാര്യങ്ങൾക്ക് വേണ്ടി മകളുടെ വിവാഹത്തിനടക്കം സ്വരുക്കൂട്ടി വെച്ചിരുന്ന കാശ് നിക്ഷേപിച്ചവരുണ്ട്. മകൻ്റെ വിഭാഗത്തിന് വേണ്ടി പണം ആവശ്യപ്പെട്ടെത്തുന്ന ആൾക്കാരുണ്ട്. ചികിത്സയ്ക്ക് വേണ്ടി പണം ആവശ്യപ്പെട്ടെത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഭരണസമിതി, അതായത് ഈ സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് LDFൻ്റെ ഭരണസമിതിയാണ്. ആ ഭരണസമിതി പറയുന്നത് പണമില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ബാങ്കിലെ പണം എവിടെ പോയി എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കണ്ടല അല്ലെങ്കിൽ കരുമന്നൂർ മോഡലിലെ തട്ടിപ്പാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കാരണം ഉന്നതരായിട്ടുള്ള ചില നേതാക്കളുടെ പേരും ഇവർ ആരോപിക്കുന്നു. പക്ഷേ നമുക്ക് കൃത്യമായ തെളിവില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പേര് പറയാൻ വേണ്ടി കഴിയില്ല. ചില ഉന്നത നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട്. ഈ പണം അവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് ആരോപണമായി ഉയരുന്നത്. ചിലയിടങ്ങളിൽ ഫ്ലാറ്റുകളൊക്കെ തന്നെ വാങ്ങിയിട്ടിട്ടുണ്ട് എന്നുള്ളൊരു ആക്ഷേപവും നിക്ഷേപകരുടെ കൂട്ടായ്മയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സർക്കാരും സഹകരണ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് നിക്ഷേപകർ പറയുന്നത്. വിജിലൻസ് അന്വേഷണം തന്നെ വേണം. കൃത്യമായ ഒരു അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഈ പണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പണം എവിടെ പോയി എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി കഴിയൂ. അടിയന്തരമായി തന്നെ തങ്ങൾക്ക് പണം ആവശ്യമായി ഉണ്ട്. തങ്ങളുടെ ഒരു ജീവിത കാലത്തെ എല്ലാ തരത്തിലുള്ള ഒരു സമ്പാദ്യമാണ് സ്വരുക്കൂട്ടി വെച്ച് ഈ ബാങ്കിൽ നിക്ഷേപിച്ചത്. മാസങ്ങളായി കയറിയിറങ്ങുന്നു. പക്ഷേ ഒരു തരത്തിലും പണം നൽകുവാൻ വേണ്ടി ബാങ്ക് അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് 11:30 മണിയോടുകൂടി ഈ ബാങ്കിലേക്ക് വലിയ രീതിയിലൊരു പ്രതിഷേധ പ്രകടനം തന്നെ സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും ഈ സഹകാരികൾ അല്ലെങ്കിൽ നിക്ഷേപകർ മുന്നോട്ട് വയ്ക്കുന്നത്. ശ്രുതി, തുളസി. ശരി, നേമം സർവീസ് സഹകരണ ബാങ്കിലാണ് നിക്ഷേപ തട്ടിപ്പെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകിയത്.